ഇവിടെ റബ്ബർ മാർച്ചിൻ്റെ കാര്യം പറഞ്ഞു. റബ്ബർ മാർച്ച് നിങ്ങൾ ഓർക്കണം, ഞാൻ എൻ്റെ ക്യാമ്പ് നിങ്ങൾ കണ്ട 400 പേര് പങ്കെടുക്കുന്ന ക്യാമ്പ് നിങ്ങൾ കണ്ട. ആ ക്യാമ്പിന് ശേഷം കോട്ടയം ജില്ലയിലെ ഞാൻ പ്ലാൻ എന്തായിരുന്നു, 9 നിയോജകമണ്ഡലങ്ങളിലും പദയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് 10-ാം ദിവസം നാഗമ്പടത്തുനിന്നും തിരുനക്കരയിലേക്ക് 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാപ്രകടനം വെക്കാൻ തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ചെയർമാൻ നേരെ ചാടിയാൻ അഡ്വാൻസ് പ്രഖ്യാപിച്ചു റബ്ബർ മാർച്ച്. റബ്ബർ മാർച്ച് പ്രഖ്യാപിച്ചിട്ട് കടുത്തുരുത്തിയിൽ നിന്ന് കോട്ടയത്തേക്ക് റബ്ബർ മേഖലയിലൂടെയല്ല പോയത്. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പാലാ പോലുള്ള മേഖലകളിൽ കൂടെ റബ്ബർ കൃഷിക്കാരുടെ വിഷയം ഇടപെട്ടുകൊണ്ട് പാർട്ടി ഒരു സമരം നടത്താൻ നിശ്ചയിച്ചപ്പോൾ ആഗ്രഹിച്ചപ്പോൾ അതിനെയും അദ്ദേഹം ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം മാർച്ച് നടത്തി. ഞാൻ പറഞ്ഞു മാർച്ച് പൊളിഞ്ഞ് ആറ്റിപ്പോയതിൻ്റെ കുഴപ്പം മുഴുവൻ ജില്ലാ പ്രസിഡന്റാണ്. അതുകൊണ്ട് ജനറൽ കൺവീനറായിട്ട് ആരെ വെച്ചെന്ന് കടുത്തുരുത്തിയിലെ നിയോജക പ്രസിഡന്റിനെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നടക്കാൻ ആളുണ്ടാകും, വെയിലത്ത് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമില്ല. മോൻസ് ഞാൻ പറഞ്ഞേ ബുദ്ധിയില്ലാത്ത പണി കാണിച്ചിട്ട് അത് പരാജയപ്പെട്ടതിന് ശേഷം മഞ്ഞക്കടമ്പനാണ് തകർത്തത്. അദ്ദേഹം പിന്നെ പറഞ്ഞ് നടക്കുന്നത്, പ്രസംഗിക്കുന്നത്, ഇവിടെ മീറ്റിങ്ങിലാണ് പ്രസംഗിക്കുന്നത്. അതൊക്കെ എനിക്കൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ അതുമാത്രം പണിയെടുത്തയാളാണ്. കോട്ടയം ജില്ലയിൽ ഒരു പരിപാടി നടക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് പരിപാടി നടത്തുന്നത്. അങ്ങനെയാണ് കഷ്ടപ്പെട്ട ആ പരിപാടി റബ്ബർ മാർച്ച് നടത്തിയാണ് സീറ്റ് കിട്ടിയത്. ഇങ്ങനെയൊക്കെ അപവാദം പറഞ്ഞാൽ ഇതെല്ലാം കേട്ട് രാവിലെ ഞാൻ എൻ്റെ വണ്ടി കേട്ടിറങ്ങും. ഞാൻ പറഞ്ഞു ഇപ്പോൾ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് ശമ്പളവും ഇല്ല. ഞാൻ എൻ്റെ പോക്കറ്റിലെ പൈസ എടുത്ത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങുക, രാവിലെ പോലെ പാതിരാവരെയും പാർട്ടി പ്രവർത്തനം നടക്കുന്നയാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ആളിനെ വീണ്ടും വീണ്ടും അപമാനിച്ചാൽ ഒരാൾക്കും ഒരു പരിധിയിൽ കൂടുതൽ അപമാനമേറ്റ് ഒരു രംഗത്തും നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാജിവെച്ചത്. അപ്പോൾ ഏതായാലും ഇനി അവനെ ആക്ഷേപിക്കാൻ വരാതിരിക്കുന്നത് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പല നേതാക്കൾക്കും സജിയുടെ ഈ നിലപാടിന് അനുകൂലമായിട്ടുള്ള നിലപാട് പാർട്ടിയിലുണ്ട്, മുതിർന്ന നേതാക്കൾക്ക്. പക്ഷേ അവരാരും അത് തുറന്നു പറയാനോ മുന്നോട്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനോ മോൻസിനെതിരെ പറയാനോ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? അല്ല, അത് അവർക്ക് പറയാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ പാർട്ടി ചെയർമാൻ ജോസഫ് സാറിനെക്കാട്ടിലും അധീപനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പറയാത്തത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത്രയുമേറെ ക്രൂരമായ പീഡനം ഞാൻ ഏറ്റിട്ട് ഇത്രയും കാലം ഞാനിത് മറച്ചു വെച്ചല്ലോ, ഒളിച്ചു വെച്ചല്ലോ. അതിനെനിക്ക് എന്നോട് അവർ നന്ദി വരണം. കാരണം ഞാൻ ഈ ചീത്ത വിളിച്ചൊന്നും ജോസഫ് സാറിൻ്റെ PA സുധീഷിന് പോലും അയച്ചു കൊടുത്തിട്ടില്ല. ആരും വേറെ പുറത്തറിയാൻ പാടില്ല. എങ്ങനെയും സെറ്റിൽ ചെയ്യട്ടെ. ഞാൻ കൊണ്ട് ജോസഫ് സാറിൻ്റെ മകൻ അബുവിന് മാത്രമേ ഇതിൽ അയച്ചു കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹം ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ജോസഫ് സാറിനെ കേൾപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ അന്നേരം ഈ വീഡിയോ ഇത് മുഴുവൻ പുറത്ത് വിടാൻ മേലേ. ഞാൻ ചെയ്തില്ലല്ലോ. പിന്നെ നിങ്ങൾ കണ്ടു അന്ന് ഒരു ദിവസം രാത്രി അദ്ദേഹം എന്നെ ചീത്ത വിളിക്കാനുള്ള കാരണം കണ്ടു. ഇതാണ് ഞാൻ എന്ത് പാവമായത്. അന്ന് അതുകൊണ്ട് ഈ നോട്ടീസ് സംസ്ഥാന UDF നേതാക്കന്മാരുടെ പടം കഴിഞ്ഞിട്ട് കോട്ടയം ജില്ല എന്നുള്ള MLA മാരെ വെക്കണമല്ലോ എന്നുകൊണ്ട് ഞാൻ അവരെ കൂടി ഇവിടെ വെച്ചു. ഇതിനോ തിരുവഞ്ചിൻ്റെ മോൻസിൻ്റെയും ഇത് വെച്ചിട്ടാണ് അയാൾ പറഞ്ഞത്, ഞങ്ങളൊക്കെ മുകളിലാണല്ലോ പറഞ്ഞത്, നീ എന്നെ മൂലക്കിരുത്താമെന്നാണ് വിചാരിച്ചത്. ഞാൻ എനിക്ക് മോൻസ് ജോസഫിനെ മൂലക്കിരുത്തിയിട്ട് ഞാൻ എന്താവാനാ? മോൻസ് ജോസഫിൻ്റെ അസംബ്ലി സീറ്റിലേക്ക് ഞാൻ ആഗ്രഹമുണ്ടോ? മോൻസ് ജോസഫിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്നുമല്ല. സജി മഞ്ഞക്കുളം ഞാൻ പറഞ്ഞല്ലോ അന്ന് യൂത്ത് ഫണ്ട് പ്രസിഡന്റ് നിയമിച്ച് അന്ന് മുതൽ തുടങ്ങിയ പരിപാടികളാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇനി ഇതൊക്കെ ജനത്തോട് ഇതൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഇറങ്ങിയത് തന്നെ എനിക്ക് നാളെ MLA ആവാൻ MP ആവാൻ ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല. പക്ഷേ ആരെങ്കിലും ഇതൊന്നും വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഇങ്ങനെ കൊടികുത്തി വാഴും. ഞാൻ ഇപ്പോൾ പറയുന്നു, ഞാൻ പേരൊന്നും പറയാനാകുന്നത്, കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ എൻ്റെ പാർട്ടിയിൽ ഉൾപ്പെടെ നേതാക്കന്മാർ എന്നെ അഭിനന്ദിക്കുക ചെയ്തത്. പാലാക്കാരൻ്റെ അന്തസ്സ് നീ കാണിച്ചു എന്ന് പറഞ്ഞു. അനാവശ്യമായി ഈ പറഞ്ഞ പോലെ ഈ പുലഭ്യം കേട്ട് തുടരുന്നതിനല്ല, ഇത് തന്നെയാണ് അന്തസ്സെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു മടിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കോട്ടയത്ത് കെട്ടിപ്പടുക്കാൻ നെടുനായത്വം വഹിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട. കോൺഗ്രസിലെ നേതാക്കളും സജിയെ പിന്തുണച്ചു രാജിക്ക് ശേഷം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആർക്കും എന്നെ തള്ളി പറയാൻ പറ്റില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല. ഞാനൊരു UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ മാന്യമായി മാത്രമേ എല്ലാവരും പെരുമാറിയിട്ടുള്ളൂ. എല്ലാ UDF ഘടകകക്ഷികളോടും മാന്യത പുലർത്തിയിട്ടുണ്ട്. അത് ഞാൻ അതുകൊണ്ട് എന്നെ ആരും തള്ളി പറയുന്നവർ പറഞ്ഞോട്ടെ. ഞാൻ അപ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞോളാം. ഓക്കെ, ഞാൻ ഒരു കാര്യം തുടർ രാഷ്ട്രീയ തീരുമാനം ഞാൻ പറഞ്ഞു. ഞാനേലും ഇപ്പം വലിയ പുതിയ പാർട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്കൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഏതെങ്കിലും രാഷ്ട്രീയ തീരുമാനം എടുക്കണം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ആലോചിച്ച് നിൽക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതായാലും എവിടെയെങ്കിലും ഒരു വോട്ട് ചെയ്യണ്ടേ? ആ വോട്ട് ചെയ്യാനുള്ള തീരുമാനം ഇപ്പോൾ എടുക്കും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. ഓക്കെ.